നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നയിച്ച നവകേരള യാത്രയ്ക്കിടെ ജനാധിപത്യപരമായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരും ഗൺമാനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവം ഓർമ്മയില്ലേ? അന്ന് ആ ക്രൂരതയെ അതവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് പരസ്യമായി ന്യായീകരിച്ച ആളാണ് പിണറായി വിജയൻ. ആ മർദ്ദനക്കേസ് അട്ടിമറിക്കാൻ മുൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും അന്നത്തെ ക്രമസമാധാന ചുമതലയിൽ ഉണ്ടായിരുന്ന ADGP MR അജിത് കുമാറും ചേർന്ന് നടത്തിയ വൻ അട്ടിമറിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അന്ന് ആ കേസ് അന്വേഷിച്ച DYSPയെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP അജിത് കുമാറിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഉണ്ടായിരുന്ന 2 ഗ്രേഡ് SIമാരെ ഭീഷണിപ്പെടുത്തിയാണ് മൊഴിയും കേസ് ഡയറിയും തിരുത്തിച്ചത്. തുടർന്ന് അക്രമം നടത്തിയ ഗൺമാന്മാർക്ക് പോലീസും ക്രൈംബ്രാഞ്ചും ക്ലീൻ ചീറ്റും നൽകി. എന്നാൽ ഭരണം മാറി പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തുകയും മുഖ്യമന്ത്രി VD സതീശൻ ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയമിക്കുകയും ചെയ്തതോടെ കമ്മ്യൂണിസ്റ്റ് പോലീസ് മാഫിയയുടെ കള്ളക്കളി വെറും 15 ദിവസത്തിനുള്ളിലാണ് പൊളിഞ്ഞിരിക്കുന്നത്. ഈ കേസ് അന്വേഷിക്കുന്ന SITക്ക് മുന്നിൽ 2 ദിവസം മുൻപ് ഹാജരാകാൻ ADGPയുടെ ഓഫീസിലുണ്ടായിരുന്ന ഗ്രേഡ് SIമാരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിൽ ഈ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി കേട്ടാൽ കേരളത്തിലെ നിയമവ്യവസ്ഥയെ ഈ കമ്മ്യൂണിസ്റ്റ് അടിമകൾ എത്രത്തോളം ദുരുപയോഗം ചെയ്തുവെന്ന് നമുക്ക് മനസ്സിലാകും. തങ്ങൾക്ക് ഈ കേസിൽ നേരിട്ട് ബന്ധമില്ലെന്നും മേലുദ്യോഗസ്ഥനായ ADGP MR അജിത് കുമാറിന്റെ കടുത്ത സമ്മർദ്ദവും ഉത്തരവും അനുസരിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നുമാണ് ഈ 2 ഗ്രേഡ് SIമാരും ഇപ്പോൾ പച്ചയായി മൊഴി നൽകിയിരിക്കുന്നത്. അതിലും വലിയ നാണക്കേട് എന്താണെന്ന് വെച്ചാൽ പെൻഡ്രൈവിലാക്കി ADGPയുടെ ഓഫീസിലേക്ക് എത്തിച്ച കേസ് ഡയറി അവർ നേരിട്ട് തിരുത്തുകയായിരുന്നു. നവകേരള യാത്രക്കിടയിലുണ്ടായ ആക്രമണത്തിൽ റഫർ റിപ്പോർട്ടിൽ ഇവർ ബലമായി തെളിവുകളൊന്നുമില്ലെന്ന് എഴുതി ചേർത്തു. ഫോട്ടോഗ്രാഫർ മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ ഏറ്റവും പുറകിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് എന്നതുകൊണ്ട് ദൃശ്യങ്ങൾ കിട്ടിയില്ല എന്ന കള്ള റിപ്പോർട്ടും ഇവർ ഇതിനായി ചമച്ചു. അന്ന് ഈ അട്ടിമറി സമ്മർദ്ദം താങ്ങാനാകാതെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSPക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരെ ഉണ്ടായി. ADGPയുടെ ഈ ഒരു മാഫിയ കളി തന്നെയാണ് ഇപ്പോൾ ഡിജിറ്റലി തെളിഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് അജിത് കുമാറിന്റെ ഓഫീസിലെ ഈ ക്രിമിനൽ കൂട്ടുകെട്ടുകളെയാണ്. അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കേസ് ഡയറി തിരുത്തിയ ഈ ഗ്രേഡ് SI ഗിരീഷ് ആരാണെന്നറിയാമോ? വിവാദമായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന അതേ SITയിലെ അംഗമാണ് ഈ ഒരു ഗിരീഷ്. ശ്രീകാന്തും ആദ്യഘട്ടത്തിൽ ആ സംഘത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് വേണ്ടി ഏത് കേസും അട്ടിമറിക്കാൻ അജിത് കുമാർ നിയോഗിച്ച പ്രത്യേക വിശ്വസ്ത സംഘമായിരുന്നു ഇവർ. എന്നാൽ ഇന്ന് ഈ 2 ഉദ്യോഗസ്ഥരും തടിയൂരാൻ വേണ്ടി ADGPക്കെതിരെ മൊഴി നൽകിയതോടെ MR അജിത് കുമാർ നിയമത്തിന്റെ മുമ്പിൽ കടുത്ത കുരുക്കിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഒരു കേസ് ഡയറി സ്വന്തം താല്പര്യപ്രകാരം തിരുത്താൻ സമ്മർദ്ദം ചെലുത്തിയ ADGPക്ക് ഇനി ആ പദവിയിൽ ഇരിക്കാൻ യാതൊരുവിധ അർഹതയുമില്ല. ഈ ഉദ്യോഗസ്ഥരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിന് സർവീസിൽ നിന്നും നാണം കെട്ട് പുറത്തു പോകേണ്ടി വരുമെന്ന് മാത്രമല്ല ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതിനും കള്ളരേഖ ചമച്ചതിനും ജയിലിൽ പോകേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തെരുവിൽ തല്ലിച്ചതച്ച പിണറായിയുടെ ഗൺമാന്മാരുടെ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം തുടരുകയാണ്. അന്വേഷണ സംഘം പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിന്റെ ആധികാരികത കോടതി ചോദിച്ചപ്പോൾ പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങളും ഫോറൻസിക് റിപ്പോർട്ടുകളും ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് ADGP ഇടപെട്ട് മറച്ചുവെച്ച ആ ഒറിജിനൽ ദൃശ്യങ്ങൾ പുതിയ SIT കോടതിയിൽ ഹാജരാക്കുന്നതോടെ കമ്മ്യൂണിസ്റ്റ് സുരക്ഷാ ഗുണ്ടകളുടെ ജാമ്യവും റദ്ദാക്കപ്പെടും. അന്ന് ക്രൂരമായി മർദ്ദിക്കപ്പെട്ട ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാൾ ഇന്ന് കേരള നിയമസഭയിലെ ഒരു MLA ആണെന്ന കാര്യമാണ് അജിത് കുമാറും അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് യജമാനന്മാരും മറന്നുപോകുന്നത്. അധികാരം മാറിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സത്യം വിളിച്ചു പറഞ്ഞു തുടങ്ങി. പിണറായിയുടെ കാലത്തെ ഗുണ്ടാവിളയാട്ടങ്ങൾക്ക് കൂട്ടുനിന്ന സകല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇനി വരും ദിവസങ്ങളിൽ കൃത്യമായ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. ADGP അജിത് കുമാറിന് പുറത്തേക്കുള്ള വഴി കൃത്യമായി ഒരുങ്ങിക്കഴിഞ്ഞു. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ADGP MR അജിത് കുമാർ നേരിട്ട് ഇടപെട്ട് കേസ് ഡയറി തിരുത്തിച്ചുവെന്ന SIമാരുടെ പുതിയ മൊഴി കേരള പോലീസിന് തന്നെ കനത്ത നാണക്കേടാണ്. അന്ന് പിണറായി വിജയനെ പ്രീണിപ്പിക്കാൻ വേണ്ടി കേസ് ഡയറി പെൻഡ്രൈവിലാക്കി വരുത്തിച്ച് തെളിവില്ല എന്ന് തിരുത്തി എഴുതിയ അജിത് കുമാറിന്റെ കള്ളക്കളി പുതിയ UDF സർക്കാരിന്റെ SIT വെറും 7 ദിവസങ്ങൾ കൊണ്ടാണ് പൊളിച്ചടുക്കിയത്. സ്വന്തം കൈക്കുള്ളിൽ നിന്ന് കരുതിയിരുന്ന SIമാർ തന്നെ ADGPക്കെതിരെ മൊഴി നൽകിയതോടെ അജിത് കുമാറിന് ഇനി ആ കസേരയിൽ ഇരിക്കാനുള്ള യാതൊരുവിധ യോഗ്യതയുമില്ല. നിയമം ലംഘിച്ച് പിണറായിക്ക് വേണ്ടി അട്ടിമറി നടത്തിയ ADGPയും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇനി പുറത്തേക്ക് പോകാൻ തയ്യാറായിക്കോളൂ.